ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് നിന്ന് വന്ന ഗൗരവമുള്ളൊരു വാർത്തയായിരുന്നു അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ പിടിയിലായ സംഭവം. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി സാബിത് സഹീർ അടക്കം പിടിയിലാകുന്നത് നമ്മൾ കണ്ടതാണ്. സാബിത് നാസർ അടക്കം പിടിയിലാകുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയിൽ അന്വേഷണത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്നടക്കം പ്രധാനപ്പെട്ട കണ്ണികൾ ഈ കേസിൽ പിടിയിലാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഇതിൽ അവയവം നൽകിയ ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. ഷമീർ എന്ന് പറയുന്ന വ്യക്തിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കേസിൽ പ്രതിയാകുമെന്ന് ഭയന്നാണ് ഒളിവിൽ കഴിഞ്ഞതെന്നാണ് പിടിയിലായ ഈ ഷമീർ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇടത് വൃക്കയാണ് അവയവ കച്ചവടത്തിന് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 ലക്ഷം രൂപയോളം ഇയാൾക്ക് കിട്ടുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവയവം നൽകിയതിന് ശേഷം ഇദ്ദേഹത്തിന് കാര്യമായ ചികിത്സ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവുമുണ്ട്. ഏതായാലും ഈ കേസിൽ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൊച്ചിയിൽ നിന്ന് ഗായത്രി ചേരുകയാണ് നമ്മളോടൊപ്പം. നമുക്ക് നോക്കാം എന്താണ് ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ തുടർ നടപടികൾ, ചലനങ്ങൾ എങ്ങനെയാണെന്ന്. ഗായത്രി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗായത്രി, നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തിയ, ഭയപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വലിയൊരു മാഫിയയുടെ തുടക്കം നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണെന്ന വാർത്ത നമ്മുടെ മുൻപിലേക്ക് വന്നത്. സാബിത് നാസർ എന്ന് പറയുന്ന മുഖ്യകണ്ണി പിടിയിലാകുന്നു. അതിൻ്റെ തുടർച്ചയിൽ അയാളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ആന്ധ്രാപ്രദേശിലടക്കം വളരെ പ്രധാനപ്പെട്ട കണ്ണികൾ പിടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതിന് അവയവം നൽകിയ ഷമീർ എന്ന് പറയുന്ന വ്യക്തി പിടിയിലായിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ മാപ്പുസാക്ഷിയാക്കിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിലെ നിർണായക കണ്ണി മധു എന്ന് പറയുന്ന ആളാണ്. ഇയാൾ ഇറാനിലാണ് ഇപ്പോഴും ഉള്ളത്. അയാളെ നാട്ടിലെത്തിക്കേണ്ട നടപടികളടക്കം അന്വേഷണ സംഘത്തിൻ്റെ മുൻപിലുണ്ട്. അവരുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? മനു, ഈ കേസിന് തുടക്കം മുതൽ തന്നെ ഈ കേരളത്തിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഇരയാക്കപ്പെട്ട ഒരാളെന്ന നിലയിലും ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ആളെന്ന നിലയിലും പോലീസ് ആദ്യം മുതൽ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആളാണ് ഈ പാലക്കാട് സ്വദേശി ഷമീർ എന്ന് പറയുന്നത്. അയാളിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഈ കേസിലെ മുഖ്യപ്രതിയായ സാബിത് നാസർ പിടിയിലായതിനു ശേഷം താനും പിടിയിലാകുമോ, തന്നെയും കേസിൽ പ്രതിയാക്കുമോ എന്ന് ഭയന്നാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇയാൾ ആദ്യം സാബിത് പിടിയിലായ കോയമ്പത്തൂരിലേക്കും പിന്നെ അവിടെ നിന്ന് ചെന്നൈയിലും ബംഗളൂരുവിലുമൊക്കെ പോലീസ് തന്നെ തേടിയെത്തുമെന്ന് ഭയന്ന് ഒളിച്ച് കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ അയാൾ കസ്റ്റഡിയിൽ ലഭിച്ചതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിൽ നിന്നാണ് ഈ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഇയാളുടെ അവയവം അല്ലെങ്കിൽ വൃക്ക, ഈ ഒരു അവയവ റാക്കറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. ഈ പാലാരിവട്ടം സ്വദേശിയായിട്ടുള്ള മധു ആണ് ഇതിലെ മുഖ്യ കണ്ണി, ഇല്ലെങ്കിൽ ഈ ഇറാൻ കേന്ദ്രീകരിച്ച് ഈ അവയവ കച്ചവടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് ഇയാളുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആദ്യവും ഇയാൾ ഈ ഒരു അവയവ കച്ചവടത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ അത് നടന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു ശ്രമത്തിലാണ് ഓൺലൈനായി ഈ ഹൈദരാബാദ് സ്വദേശിയെ പരിചയപ്പെടുന്നതും തുടർന്ന് ഈ അവയവ കച്ചവട റാക്കറ്റിൻ്റെ ഒരു പ്രധാന ഇരയായി മാറുകയും ചെയ്യുന്നത്. ഇയാളെ ഇറാനിലെത്തിച്ച് ഈ ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള രാമപ്രസാദ് ആണ് ഇയാളെ ഇറാനിലെത്തിക്കുന്നത്. അവിടെ വെച്ചാണ് ഇയാളുടെ വൃക്ക ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 6 ലക്ഷം രൂപയാണ് ഇയാൾക്ക് പ്രതിഫലമായി ലഭിച്ചത്. പക്ഷേ അത് എത്ര ലക്ഷം രൂപകൾക്കായിരിക്കും കൂടുതൽ അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളത് എന്നത് ഈ റാക്കറ്റിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഈ റാക്കറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഷമീറിൽ നിന്നും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിൽ നിന്നും ഈ ഹൈദരാബാദ് സ്വദേശികൾ ആയിട്ടുള്ള കൂടുതൽ ആളുകൾ ഈ ഒരു അവയവ കച്ചവടത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഇരയായവരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് തിരിക്കും. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇറാനിലെത്തിച്ച് അവിടെ വെച്ചാണ് ഈ ഒരു അവയവ കൈമാറ്റം നടക്കുന്നത്. മുൻപ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ നിയമപരമായി അവയവ കൈമാറ്റം സാധ്യമാകുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ കേന്ദ്രമാക്കി ഇത്തരം റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അവയവ കച്ചവടം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. അത്തരത്തിൽ ഇയാൾക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു പ്രധാന ഇരയെന്നുള്ള നിലയിൽ ഇയാളെ മാപ്പുസാക്ഷിയാക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. പാലാരിവട്ടം സ്വദേശിയായ മധുവാണ്, മലയാളിയായ മധുവാണ് ഇറാൻ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഒരു പ്രധാനമായും ഈ ഒരു അവയവ റാക്കറ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് പിടിയിലായ
ഈ രാമപ്രസാദ് ഗൊല്ലവും ഗോണ്ടയും ഇതിലെ ഒരു പ്രധാന കണ്ണിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ മധു ആണ് ഈ കേസിൽ പ്രധാനമായും പിടിയിലാകാനുള്ള നിലവിൽ ഈ പ്രതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾ. എന്നാൽ ഒരു നിയമ പ്രശ്നങ്ങളും വിദേശ ബന്ധങ്ങളുമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാനിലെ ഒരു നിലവിലെ പ്രശ്നങ്ങളുമൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നിയമ കുരുക്കിൽ കിടക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഒരു പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മധുവിലേക്കും എത്താൻ സാധിക്കുമെന്നാണ് എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഷമീറിന്റെ കേസിൽ മാപ്പുസാക്ഷിയാക്കിയേക്കും. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഇയാളിൽ നിന്ന് ലഭ്യമാകും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശരി, നമുക്ക് നോക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനിലുള്ള മലയാളിയായ മധു എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കുക എന്നത് തന്നെയാണ്. കാരണം അയാളാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്രസ്ഥാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനിൽ താമസിച്ചുകൊണ്ട് ഈ അവയവക്കടത്തിന് ഒത്താശ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് മധു എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാൾ കൊച്ചി പലാരിവട്ടം സ്വദേശിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അയാളെ പിടികൂടുക തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നേരത്തെ ഗായത്രി പറഞ്ഞതുപോലെ വിദേശ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കേന്ദ്ര ഇടപെടലടക്കം വേണ്ടിവരും അയാളെ നാട്ടിലെത്തിക്കുന്നതിന്. അപ്പോൾ സ്വാഭാവികമായും തുടർ ദിവസങ്ങളിൽ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി സംഭവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.